ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. മനോഹരമായിട്ടുള്ളൊരു ചേസ്. അങ്ങനെ ഹോം മത്സരത്തിൽ തോൽവി അടയുന്ന മറ്റൊരു ടീമായി മാറുകയാണ് അവിടെ ഗുജറാത്ത് ടൈറ്റൻസ്. അങ്ങനെ RCB ഒറ്റയ്ക്കായില്ല. സോ ഈ ഒരു IPL മിനി ഓപ്ഷൻ്റെ സമയത്ത് തന്നെ ഏറ്റവും ആദ്യം ട്രോള് കിട്ടി തുടങ്ങിയ ഒരു ടീമാണ് പഞ്ചാബ്. അതിൽ മെയിൻ ഇര എന്ന് പറയുന്നത് ശശാങ്കിൻ്റെ ആ ഒരു സൈനിങ് ആയിരുന്നു. ആ ഒരു ശശാങ്ക് തന്നെയാണ് ഇന്ന് ഈ ഒരു മത്സരത്തിൽ പഞ്ചാബിന് വേണ്ടി ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് 199 റൺസായിരുന്നു 20 ഓവറുകൾ നേടിയിട്ടുണ്ടായിരുന്നത്. അതേ ഗെയിമിനെ തന്നെ 20ാം ഓവറിൽ അവിടെ പഞ്ചാബ് ചേസ് ചെയ്യായിരുന്നു. മനോഹരമായിട്ടൊരു മത്സരം തന്നെയായിരുന്നു. ഒരുപക്ഷെ പഞ്ചാബ് ഈ ഒരു മത്സരത്തിൽ ഒരു 160-അപ്പുറം പോകില്ല എന്ന് ഉറപ്പിച്ച സമയത്താണ് ശശാങ്കിൻ്റെ മികച്ച ഇന്നിങ്സ് വരുന്നതും അശോഷിൻ്റെ മികച്ച ഇന്നിങ്സ് വരുന്നതും ഈ ഒരു ഗെയിം അവിടെ പഞ്ചാബ് ജയിക്കുന്നത്. സോ മത്സരത്തിലേക്ക് വരാം. ആദ്യം ബാറ്റിങ്ങിനെ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം എനിക്ക് പറയാനുള്ള ശിഖർ ധവാന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ്. ഒട്ടും അഗ്രസീവ് അല്ലാതെയാണ് ശിഖർ ധവാൻ ആ ഒരു ക്യാപ്റ്റൻസി ഹാൻഡിൽ ചെയ്യുന്നത്. സ്വല്പം അഗ്രസീവ് ആകണം. ക്യാപ്റ്റൻസി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശിഖർ ധവാന്റെ പോരായ്മ ഒരുപാടുണ്ട്. കാരണം അത്രയും പേസും ബൗൺസും ജനറേറ്റ് ചെയ്യുന്ന സ്വിംഗ് ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു പിച്ചിൽ സ്ലിപ്പിടാതെ അവിടെ ബോൾ ചെയ്തത് ഭയങ്കര മണ്ടത്തരമായി. കാരണം ഗില്ലിൻ്റെ എഡ്ജൊക്കെ നമ്മളവിടെ കണ്ടതാണ്. അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കി അവിടെ സ്ലിപ്പ് ഇട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് റൺസുകൾ തടയാനും അതോടൊപ്പം തന്നെ വിക്കറ്റുകൾ വീഴാനും സാധ്യതകൾ കൂടുതലായിരുന്നു. ആൻഡ് അഹമ്മദാബാദിൽ വീണ്ടും ഗില്ലിൻ്റെ മികച്ചൊരു പോരാട്ടം തന്നെ കാണാൻ സാധിച്ചു. ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പഞ്ചാബിൻ്റെ കയ്യിൽ നിന്ന് അത്രയും വലിയ സ്കോർ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കെയ്ൻ വില്യംസിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ വിജയ് ശങ്കറിൻ്റെ ഒക്കെ ഒരു വിക്കറ്റ് വീഴ്ത്തുകയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ സ്കോറിലേക്കൊന്നും അവർ പോകുമായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെയാണ് അവിടെ സായി സുദർശൻ ബാറ്റ് വീശിയത്. അതോടൊപ്പം തന്നെ ഗില്ലിൻ്റെ മെയിൻ ഇന്നിങ്സിലാണ് ഈ ഒരു സ്കോർ അത്രയും ബിൽഡ് ചെയ്ത് പോകുന്നത്. അതോടൊപ്പം തന്നെ അവസാന സമയത്ത് രാഹുൽ ത്രിവേദിയുടെ മികച്ച ഫിനിഷിംഗ് കൂടെ ആയപ്പോൾ മികച്ചൊരു സ്കോർ തന്നെ അവിടെ പഞ്ചാബിനെതിരെ ഗുജറാത്തിന് ഉയർത്താൻ സാധിച്ചു. സോ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്കലിയാണ് ഹർപ്രീത് ബാദും അതുപോലെ തന്നെ ഹർഷദീപും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ ഇന്നും അവസാന ഓവറിൽ എക്സ്പെൻസീവായ ഹർഷാൽ പട്ടേൽ തൻ്റെ എക്കോണമി 10 മുകളിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. റബാഡയും ഇന്ന് അല്പം എക്സ്പെൻസീവ് ആയിപ്പോയി. അതോടൊപ്പം തന്നെ സിക്കറിൻ്റെ റാസയെ കൊണ്ട് തന്നെ റാസയും എക്സ്പെൻസീവ് ആയിപ്പോയി. റബാഡ എന്നിരുന്നാലും 2 വിക്കറ്റ് എടുത്തു എന്നുള്ളത് വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. ഹർഷൽ പട്ടേൽ 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയാണ് കിങ്സിൻ്റെ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നത്. ഇന്ന് പഞ്ചാബിനെതിരെ ഗുജറാത്ത് ചെയ്ത് മണ്ടത്തരമാണ്. ഗുജറാത്തിൽ നിന്ന് മണ്ടത്തരമല്ല, ആക്ച്വലി ശിഖർ ധവാന്റെ വിക്കറ്റ് വീണത് ഒരുപക്ഷെ പഞ്ചാബിന് നല്ലത് തന്നെയാണ് സംഭവിച്ചത്. കാരണം ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്ത് പോകുമ്പം നമുക്കറിയാം അത്ര നല്ല സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല ശിഖർ ധവാൻ. അതുകൊണ്ട് തന്നെ ശിഖർ ധവാന്റെ എയർലി വിക്കറ്റ് ലോസ് ഒരുപക്ഷെ ഇവിടെ പഞ്ചാബിന് വിജയം എളുപ്പമാക്കി എന്ന് വേണം പറയാം. അതിനുശേഷം വന്ന പ്രവിസ്മരാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജോണി ബാരിസ്റ്റോ മികച്ച ടച്ചിൽ തന്നെയായിരുന്നു. 2 പേരും അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത്. ആ ഒരു സമയത്താണ് മികച്ച ബോളിങ്ങിൽ 100ാമത് 2 പേരുടെ വിക്കറ്റ് എടുക്കുന്നത്. അതോടുകൂടി തന്നെ പഞ്ചാബിൻ്റെ കാര്യം കഴിഞ്ഞെന്ന് വിചാരിച്ചു. കാരണം ലിയാൻ ലിവിങ്സ്റ്റൺ ഒന്നും ഇല്ലാതെ ഇവർ ഈ ഒരു ചേസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഈ ചേസ് ചെയ്ത് ഈ മത്സരം ജയിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയാണ് എന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ അതിനുശേഷം സാംകറിനും സിക്കന്ദർ റാസയും വന്നു. 2 പേർക്കും കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അവിടെയാണ് ഞെട്ടിക്കുന്ന രീതിയിൽ ശശാങ്കിൻ്റെ ഇന്നിങ്സ് വരുന്നത്. ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇത്രമാത്രം ബിഗ് ഹിറ്റുകളിലേക്ക് ശശാങ്ക് പോകുമെന്നും ഇത്രയധികം ബിഗ് സ്കോറിലേക്ക് ശശാങ്കിൻ്റെ ടീമിനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നും. ശരിക്കും എക്സ്പെക്റ്റേഷനും അപ്പുറമായിരുന്നു ശശാങ്കിൻ്റെ ഇന്നത്തെ ഇന്നിങ്സ്. അതോടൊപ്പം തന്നെ ജിതേഷ് ശർമ്മയെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീണപ്പോൾ ഞാൻ ഓർത്തു സമ്പൂർണ്ണമായിട്ടും തീരുമാനമായി എന്ന് വിചാരിച്ചതാണ് അശോഷ് ശർമ്മ വരുന്നത്. അശോഷ് ശർമ്മയുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള വരവ് ശരിക്കും നല്ല ഇമ്പാക്ട് ടീമിന് ഉണ്ടാക്കി എന്നുള്ളതാണ് വേറൊരു കാര്യം. ആദ്യം കണക്ഷൻ ശരിയാകാൻ അശോഷ് കുറേ ടൈം എടുത്തു. പക്ഷേ അതിനുശേഷം മികച്ച കണക്ഷനിലൂടെ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ അവിടെ ശശാങ്കിനെ ആ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. 1 6ഉം 3 4ഉമായിരുന്നു ശശാങ്കിൻ്റെ അശോഷിൻ്റെ ഇന്നിങ്സിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശശാങ്കിൻ്റെ ഇന്നിങ്സിൽ 4 സിക്സറുകളും 6 4കളുമായിരുന്നു ഉണ്ടായിരുന്നത്. 29 ബോളിൽ നിന്നും 61 റൺസായിരുന്നു ശശാങ്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഗുജറാത്തിന് ജയിക്കുമെന്ന് ഉറപ്പിച്ച മത്സരത്തിൽ ഒരു തോൽവി അടഞ്ഞ ഒരു തിരിച്ചടിയായി. ഇവിടെ അവരുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉമേഷ് യാദവ് എക്സ്പെൻസീവ് ആയിപ്പോയി. അതോടൊപ്പം തന്നെ നമ്മുടെ റാഷിദ് ഖാൻ എക്സ്പെൻസീവ് ആണ്. ഈ 2 പേരും 10 മുകളിലായിരുന്നു എക്കോണമി. റാഷിദിൻ്റെ 10ആയിരുന്നു കറക്റ്റ് എക്കോണമി. അതോടൊപ്പം തന്നെ ഉമേഷ് യാദവ് 11.67 കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്കോണമി മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉമേഷ് യാദവിൻ്റെ. അതൊരു വലിയ പോരായ്മ തന്നെയാണ് അവരെ സംബന്ധിച്ച്. ആൻഡ് എടുത്തു പറയാനുള്ളത് ഈ ഒരു കളി ചിലപ്പോൾ ഒരു 18ാം ഓവറിൽ പഞ്ചാബിന് ജയിക്കാനായിരുന്നു. ഒരു 20-നും 25നും ഇടയ്ക്ക് റൺസ് ഇന്ന് ഗുജറാത്ത് ബൗണ്ടറി ലൈനുകളിൽ സേവ് ചെയ്തിട്ടുണ്ട്. മികച്ച രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഫീൽഡിങ് കാണാൻ സാധിച്ചിരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 18ാം ഓവറിൽ കൂടുതൽ പോകില്ലായിരുന്നത്. കാരണം ഷുവർ ബൗണ്ടറീസ് ആയിട്ടുള്ള ബോളുകൾ ഒരുപാട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അത് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി. സോ എന്തായാലും ഇതാണ് ഈ ഒരു മത്സരത്തിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയപ്പെടുന്നത്. ഞാൻ ഒരിക്കലും പഞ്ചാബ് ഈ ഒരു മത്സരം വിജയിക്കുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വിജയമടഞ്ഞ പഞ്ചാബ് പോയിന്റ് ടേബിൾ മുന്നിലേക്ക് കുതിക്കുകയാണ്. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനികോട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയപ്പെടുക. ബൈ ബൈ.